സംഗീത നാടകങ്ങളും കച്ചവട നാടകങ്ങളും അരങ്ങുവാണിരുന്ന കാലത്ത് നാടകക്കളരി പ്രസ്ഥാനത്തിലൂടെ മലയാള നാടകവേദിയുടെ വഴിതിരിച്ചുവിട്ട നാടകക്കാരനാണ് ജി ശങ്കരപ്പിള്ള. പുതിയൊരു സംവേദനശീലവും പുതിയൊരു രംഗപ്രയോഗവും അതുവരെ ഉണ്ടായിരുന്ന കാഴ്ചശീലങ്ങളെ മാറ്റിമറിച്ചു. ആ നാടകങ്ങളിലൂടെ പുതിയൊരു അരങ്ങും പുതിയ കാണികളും പുതിയ നടീനടന്മാരും ഉണ്ടായി. മലയാള നാടകവേദിയെ പുതിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയ ജി ശങ്കരപ്പിള്ളയുടെ 36ാമത് ചരമവാർഷിക ദിനമാണിന്ന്. നാടകരചനയുടെ വിവിധ ശാഖകളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. സ്നേഹദൂതൻ, സബർമതി ദൂരെയാണ്, 3 പണ്ഡിതന്മാരും, പരേതനായ ഒരു സിംഹവും തുടങ്ങി 25ലധികം ഏകാംഗ നാടകങ്ങൾ അദ്ദേഹം രചിച്ചു. 1956 ജി ശങ്കരപ്പിള്ളയുടെ ആദ്യ നാടകമായ സ്നേഹദൂതൻ പ്രസിദ്ധീകരിച്ചത്. ശ്രീബുദ്ധന്റെ ജീവിതത്തിലെ സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളാണ് നാടകത്തിന്റെ ഇതിവൃത്തം. പിന്നീട് പ്രമേയത്തിലും രചനാശൈലിയിലും വ്യത്യസ്തത പുലർത്തുന്ന നിരവധി നാടകങ്ങൾ അദ്ദേഹം രചിച്ചു. മലയാള നാടകവേദിക്ക് നവീനമായൊരു മുഖം സമ്മാനിക്കുന്നതിൽ ജി ശങ്കരപ്പിള്ളയുടെ ഏകാംഗ നാടകങ്ങൾ വഹിച്ച പങ്കെന്ന് പറയുന്നത് ചെറുതല്ല. മലയാളത്തിലെ ശ്രദ്ധേയമായ നാടകകൃത്ത് എന്നതിനപ്പുറം കുട്ടികൾക്ക് ഒരു നാടകവേദി എന്ന ആശയം സഫലമാക്കിയ വ്യക്തി കൂടിയാണ് ജി ശങ്കരപ്പിള്ള. 1960കളിലാണ് കുട്ടികൾക്കായി ഒരു നാടകവേദിക്ക് തുടക്കം കുറിക്കുന്നത്. തിരുവനന്തപുരത്തെ വിഞ്ഞാറമൂട് കേന്ദ്രീകരിച്ച് രംഗപ്രഭാത് എന്ന പേരിലാണ് കുട്ടികളുടെ നാടകവേദിക്ക് അദ്ദേഹം തുടക്കമിട്ടത്. കുട്ടികളെ പൂർണ്ണമായും ഉൾപ്പെടുത്തിക്കൊണ്ടും അവരുടെ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുമുള്ള അവതരണങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. തുടർന്ന് ശങ്കരപ്പിള്ള കുട്ടികൾക്കായി 30ഓളം നാടകങ്ങളും രചിച്ചു. ഗുരുദക്ഷിണ, പുഷ്പകിരീടം, നിഴൽ, ഒരു കൂട്ടം ഉറുമ്പുകൾ, ചിത്രശലഭങ്ങൾ എന്നിവ അവയിൽ ചിലതു മാത്രം. എഴുതിയ നാടകങ്ങളെല്ലാം രംഗപ്രഭാതിൽ അവതരിപ്പിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ലോകമെങ്ങുമുള്ള നാടകവേദികളിലെ പഴയതും പുതിയതുമായ സിദ്ധാന്തങ്ങളും പ്രയോഗങ്ങളും മലയാള നാടകവേദിക്ക് അദ്ദേഹം പരിചയപ്പെടുത്തി. ഇന്ത്യൻ നാടകവേദി അവതരണ രീതിയിൽ പുതിയൊരു മുന്നേറ്റം നടത്തുന്നത് 70കളിലാണ്. അധിനിവേശാനന്തര നാടകവേദി അർത്ഥവത്തായ ഇന്ത്യൻ നാടകവേദിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തുന്ന കാലമായിരുന്നു അത്. വ്യത്യസ്തമായ നാടകരചനകളും രംഗഭാഷ്യങ്ങളും കേരളത്തിലും അരങ്ങേറി. കാവാലം നാരായണ പണിക്കറായിരുന്നു ആ സമ്പ്രദായത്തിന്റെ മുഖ്യ പ്രയോക്താവ്. ശങ്കരപ്പിള്ളയുടെ സങ്കല്പത്തിലുണ്ടായിരുന്ന കേരളത്തിന്റെ നാടകവേദി രൂപപ്പെടുത്തിയെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. നിരന്തരമായ ശ്രമങ്ങളുടെ ഫലമായി വർഷങ്ങൾക്കു ശേഷം കറുത്ത ദൈവത്തെ തേടി എന്ന നാടകത്തിലൂടെ അദ്ദേഹത്തിന്റെ സങ്കല്പം യാഥാർത്ഥ്യമായി. മഹാഭാരത കഥയെ അവലംബമാക്കി രചിച്ചിട്ടുള്ള കറുത്ത ദൈവത്തെ തേടി മനുഷ്യരുടെ വർത്തമാനകാല ജീവിതാവസ്ഥകളാണ് അവതരിപ്പിക്കുന്നത്. ജർമ്മൻ നാടകകൃത്തായ ബെർത്തോൾഡ് ബ്രെഖ്തിന്റെ തിണ്ടി അഥവാ ചത്തനായ, ഇറ്റാലിയൻ നാടകകൃത്തായ ലൂയി പിരാന്തല്ലോയുടെ 6 കഥാപാത്രങ്ങൾ നാടകകൃത്തിനെ തേടി എന്നീ നാടകങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി എന്നതും ശങ്കരപ്പിള്ളയാണ്. തിരുവനന്തപുരത്തിനടുത്തുള്ള ചിറിയൻ കീഴിൽ ഗോപാലപിള്ള, കമലാക്ഷി എന്നിവരുടെ മകനായി 1930 ജൂൺ 22 അദ്ദേഹം ജനിച്ചത്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1ാം റാങ്കോടെ മലയാളം ഓണേഴ്സ് പാസ്സായതിനെ തുടർന്ന് പത്തനംതിട്ട, ഗാന്ധിഗ്രാം, ശാസ്താംകോട്ട എന്നിവിടങ്ങളിലെ കോളേജുകളിലും കേരള യൂണിവേഴ്സിറ്റിയുടെ ലെക്സിക്കൻ ഓഫീസിലും ജോലി നോക്കി. മലയാളത്തിൽ ഏകാംഗ നാടകങ്ങളെയും ബാലനാടകത്തെയും പ്രശസ്തമാക്കി വളർത്തിയത് അദ്ദേഹമായിരുന്നു. സംഗീത നാടക അക്കാദമി ചെയർമാൻ, സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടർ എന്നീ പദവികളും അദ്ദേഹം അലങ്കരിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ പരിഷത്ത് അവാർഡ്, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം തുടങ്ങിയ അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തി. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് വിഭാഗം ഡയറക്ടറായിരിക്കെ 1989 ജനുവരി 1 അദ്ദേഹത്തിന്റെ ജീവിതം എന്ന നാടകത്തിന് തിരശ്ശീല വീണു.